ഇന്നലെ പീപ്പിൾ ടിവിയിലൂടെ ബിജു രമേശ് ഉയർത്തിയ പുതിയ വിവാദത്തോട് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമായും വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. ശാശ്വതികാനന്ദയുടെ മരണം കൊലപാതകമാണ് എന്നും അത് ആസൂത്രണം ചെയ്തത് വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് എന്നും തുഷാറിന്റെ ഉൾപ്പെടെയുള്ള ഇടപെടലിലുണ്ടായിരുന്നു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ബിജു രമേശ് ഉന്നയിച്ചിരുന്നത്. അത് അപ്പാടെ തള്ളിക്കളയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെടുത്തി തന്റെ പേര് നേരത്തെ മുതൽക്കേ തന്നെ പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെത് സ്വാഭാവിക മരണമാണ് എന്ന് നേരത്തെ വ്യക്തമായിട്ടുണ്ട് എന്നും ജലസമാധിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നിലവിലത്തെ ആരോപണങ്ങളിൽ എന്ത് അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണ് എന്നും CBI വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇത്തരം ആരോപണങ്ങൾ തുടർച്ചയായി പീപ്പിൾ ടിവിയിലൂടെ കൈരളിയിലൂടെയാണ് വരുന്നത്. ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ മാധ്യമധർമ്മം പാലിക്കേണ്ട ഉത്തരവാദിത്തം കൈരളി ടിവിക്കുണ്ട്. ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ കൈരളിയെ ബഹിഷ്കരിക്കുന്ന നിലപാട് പോലും എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിക്കെതിരായ ഏറ്റവും പുതിയ വിവാദം പ്രത്യേകിച്ച് SN ട്രസ്റ്റിന് കീഴിലുള്ള മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട നിരവധി തട്ടിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ഇന്നലെ വലിയൊരു വാർത്ത തന്നെ പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്നത് ബിജു രമേശിന്റെ വാക്കുകളായിരുന്നു. ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ വിശദമായ വെളിപ്പെടുത്തൽ തന്നെയാണ് ബിജു രമേശ് ആ വിഷയത്തിൽ ഇന്നലെ പീപ്പിൾ ടിവിയുടെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത്. ഷാജഹാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാജി, ഇന്നലെ പീപ്പിൾ TV പുറത്തുവിട്ട ആ വലിയ വാർത്തയുടെ പ്രതികരണമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. എന്തൊക്കെ കാര്യങ്ങളാണ് കൈരളിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് വെള്ളാപ്പള്ളി? ഷാജി. സൗമ്യ, പ്രധാനമായിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ബിജു രമേശ് നടത്തിയ ഈ ആരോപണം ഒരു പുതിയ ആരോപണമല്ല. കഴിഞ്ഞ 13 വർഷമായിട്ട് താനിത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ വിചാരണ നടന്നു. വിചാരണയിൽ താൻ കുറ്റക്കാരനല്ല എന്ന് കണ്ട് തന്നെ വെറുതെ വിട്ട ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണം തന്നെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോട് നടത്തുന്ന ചില പരിപാടികൾ മാത്രമാണ്. അതിനെ താൻ കാര്യമായിട്ട് കാണുന്നില്ല. കൈരളി വളരെ മാധ്യമ വിചാരണ നടത്തുമ്പോൾ അത് കുറച്ചുകൂടെ മാധ്യമ സംസ്കാരം പാലിക്കണം. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അതായത് പ്രിയൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബിജു രമേശ് നടത്തിയ ആരോപണങ്ങൾ അതിൽ ഈ പ്രിയൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടാണ് ശാശ്വതികാനന്ദയെ കൊലപ്പെടുത്തിയെന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നത്. എന്നാൽ പ്രിയനെ തനിക്ക് അറിയുക പോലുമില്ല എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ സ്വാമിയുടെ മൃതദേഹം സംസ്കരിക്കേണ്ട എന്ന ചില ആരോപണങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്നുള്ള ചില ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ശക്തമായ നിലപാട് കൊണ്ട് മാത്രമാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്തതും അതിനുശേഷം മൃതദേഹം സംസ്കരിച്ചതുമൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ പിന്നീട് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് താൻ നിർബന്ധമെടുത്തുകൊണ്ട് അന്നത് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന് പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല. CBI അന്വേഷണം നേരിടാൻ തന്നെ താൻ തയ്യാറാണ്. ഏത് തരത്തിലുള്ള CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഏത് അന്വേഷണം വന്നാലും അതിനെ നേരിടാൻ താൻ തയ്യാറാണ്. കാരണം തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നതാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അല്പം മുമ്പ് കണിച്ചുകുളങ്ങളിൽ പറഞ്ഞത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.